പ്രിയ കലാസ്നേഹികളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ബഹുഭാഷാ പണ്ഡിതനും മലയാള ഭാഷയുടെ ചരിത്രകാരനും നാടകരചയിതാവും സർവോപരി മലയാളത്തിൻ്റെ ഹൃദയം കവർന്ന അധ്യാപകനുമായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ മഹൽ സന്നിധിയിൽ കൂടിയിരിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നാടകരചന മലയാളത്തിന് പരിചയപ്പെടുത്തിയ ആ മഹാപ്രതിഭയുടെ കടുകട്ടിയായ ഒരു നാടകം. ആ നാടകത്തെ എൻ്റെ ഭാഷയിൽ മാറ്റിയെഴുതി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ നാടകം ആദ്യമായിട്ടായിരിക്കും കഥാപ്രസംഗ രൂപത്തിൽ മലയാളികൾ കേൾക്കുന്നത്. ഇതിൻ്റെ ഗാനരചന ഞാൻ സ്വയം നിർവഹിച്ചതാണ്. ഇതിൻ്റെ ഗാനം ചിട്ടപ്പെടുത്തിയത് എൻ്റെ ഈ കൂടെ നിൽക്കുന്ന കലാകാരന്മാരാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഹാർമോണിയം ശ്രീ പാച്ചല്ലൂർ എം.ആർ. ഉദയശങ്കർ, തബല ശ്രീ അനന്തപുരം ബാബു, കീബോർഡ് ശ്രീ അജേഷ് മണക്കാരൻ, ഇഫക്ട്സ് എൻ്റെ സ്വന്തം ജീവിത സഖാവ് കൂടിയായ ശ്രീ ബാലചന്ദ്രൻ കരമൂർ. ഈ കഥ എഴുതപ്പെട്ടത്, ഈ നാടകം രചിച്ചത് 1943 1119 81 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അന്നത്തെ കാലത്തിന് അനുയോജ്യമായി രചിച്ച ഈ കഥയെ, ഈ നാടകത്തെ കാലോചിതമായി പരിഷ്കരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് കാലത്തിന് അനുകൂലമായ ഒരു കലയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എങ്കിലും തീർച്ചയായിട്ടും ആ മൂലകൃതിയോട് കൃത്യമായ ഒരു ആത്മാഭിമാനം, ആത്മസംതൃപ്തി ഞാൻ പുലർത്തിയിട്ടുണ്ട്. ഈ കഥ കേൾക്കുന്നതിന് ഈ സഹൃദയ സദസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ്. കഥാപ്രസംഗത്തിൻ്റെ നാളുകൾ നമുക്കറിയാം. 100 വർഷം തികയുന്ന ഈ കല 100 വർഷമായി കഥാപ്രസംഗം ചിട്ടപ്പെടുത്തിയിട്ട് 1924 മെയ് മാസം 5-ാം തീയതിയാണ് ആദ്യമായി കഥാപ്രസംഗം അരങ്ങേറിയത്. അങ്ങ് കെ കേളപ്പൻ്റെ കുടിപ്പള്ളി കൂടമുറ്റത്ത് ചണ്ടാല ഭിക്ഷുകിയെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു CL സത്യദേവൻ എന്ന നീലകണ്ഠ ഭാഗവതർ. അന്ന് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചണ്ടാല ഭിക്ഷുകി കഥാപ്രസംഗ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത്. അതിന് കാരണമുണ്ട്. അന്ന് ഭൂരിപക്ഷം വരുന്ന ജനതതി നിരക്ഷരരായിരുന്നു. എഴുതി വെക്കപ്പെട്ട കൃതികൾ അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് പാട്ടും കഥയുമായി ഹരികഥയുടെ രൂപത്തിൽ ആ കലാരൂപത്തെ അവതരിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യനായ കുമാരനാശാന് നിർദ്ദേശം നൽകുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പണ്ഡിറ്റ് കറുപ്പനെ രചന നിർവഹിക്കാൻ ഏൽപ്പിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ രചന നിർവഹിച്ചുകൊണ്ടിരിക്കെ 1924 ജനുവരി മാസം 16-ാം തീയതി ആ മഹാകവി കുമാരനാശാൻ പല്ലനയാറ്റിന്റെ ആഴങ്ങളിലേക്ക് ഊരിയിട്ട് പോയി. പക്ഷേ അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് KC കുഞ്ഞിരാമൻ, ഡോക്ടർ പൽപു, കെ കേളപ്പൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അതിനെ വേദിയിൽ അവതരിപ്പിച്ചു. KC കുഞ്ഞിരാമൻ ആ കലാരൂപത്തിന് പേരിട്ടു കഥാപ്രസംഗം. സഹൃദയ സമക്ഷം
അവതരിപ്പിക്കുന്നു കന്യക. അവൾ ജനിക്കുന്നത് പ്രകൃതിയുടെ തനി സ്വരൂപത്തിലാണ്. അവൾ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഭ്രൂണമായി ജനിച്ച് ഒരു കുഞ്ഞായി ഈ ഭൂമിയിൽ അവതരിപ്പിച്ച് കുമാരിയായി നടന്ന് കന്യകയായി, ഭാര്യയായി, അമ്മയായി, അമ്മൂമ്മയായി അവൾ ലോകത്തെ സേവിക്കുന്നു. അവൾ പ്രകൃതിയുടെ തനി സ്വരൂപമാണ്. ഇതാണ് ഒരു സ്ത്രീക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന നിയോഗം. അത് അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ലഭിക്കാത്ത ഒരു സ്ത്രീ, അവളുടെ നിയോഗങ്ങൾക്ക് അനുവാദം കിട്ടാത്ത ഒരു സ്ത്രീ, അവളുടെ മനസ്സിൽ കാലുഷ്യമുണ്ടാവും. ആ കാലുഷ്യം അസൂയയാവും. ആ അസൂയ സംഹാരാഗ്നിയായി വളരും. ആ സംഹാരത്തിൽ നിന്ന് അവൾ പ്രതികാരം ചെയ്യും. അങ്ങനെ പ്രതികാരം ചെയ്ത ഒരു പെണ്ണിന്റെ കഥയാണ് കന്യക. ആ പെണ്ണ് ദേവകിക്കുട്ടി. അവളാണ് കന്യക. ദേവകിക്കുട്ടി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്. ആ ദേവകിക്കുട്ടിയുടെ കഥയാണ് ഈ രൂപത്തിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള നിങ്ങളോട് പറഞ്ഞത്. അത് എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയും. തിരുവനന്തപുരം നഗരം, ശ്രീ പത്മനാഭന്റെ നഗരം. അങ്ങ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പൊന്നു തമ്പുരാൻ ശ്രീ പത്മനാഭനെ ദർശിക്കാൻ എഴുന്നള്ളുന്ന രാജവീഥി. ആ രാജവീഥിയിൽ അതാ കവടിയാർ കൊട്ടാരത്തിന് തൊട്ടടുത്തായി ഒരു മണിമാളിക കാണുന്നില്ലേ? അതാണ് മാധവി സദനം. നഗരമധ്യത്തിലെ രാജവീഥി തന്നിൽ മൗനമായൻ മണിമാളികയൊന്ന്. നഗരമധ്യത്തിലെ രാജവീഥി തന്നിൽ മൗനമായൻ മണിമാളികയൊന്ന്. പരിഷ്കാരവും മാധവി സദനം പുതിയ അലങ്കാരങ്ങളും പുതിയ ഫർണിച്ചറുകളും കൊണ്ട് നവീന രീതിയിൽ അലങ്കരിച്ച ഒരു വെൺമണിമാളിക. ആ മണിമാളികയിലെ നെടും തൂണാണ് കൃഷ്ണപ്പണിക്കർ. പ്രായം 65 വയസ്സ്. അദ്ദേഹത്തിന്റെ പത്നിയെ നോക്കൂ. ഏത് സാധാരണ സന്ദർഭത്തിലും അസാധാരണമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന തടിച്ചു കൊഴുത്ത ഒരു നഗരവൃദ്ധ. അവർ സംസാരിക്കുകയാണ്. അവർക്ക് അവരുടെ മകളുടെ സമ്പത്തിൽ നിന്ന് വാങ്ങിക്കൂട്ടാൻ കഴിഞ്ഞ വലിയ വലിയ സമ്പത്തുകളെ കുറിച്ചാണ് ആ ദമ്പതിമാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കും.
കൃഷ്ണ പണിക്കർ നല്ല കസവും മുണ്ടും ജൂബയും ധരിച്ച് നല്ല ഗമയിലിരിക്കുകയാണ്. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് പണ്ട് അനുഭവിച്ചിരുന്ന കുറെ ദുരനുഭവങ്ങളുടെ ഛായ ഒരു നിഴൽ കാണാം. അവർ പറയുന്നത് കേൾക്കും. ആ ശാസ്ത്രമംഗലത്തുള്ള വീട് എഴുതിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയും? അത് നാളെ പ്രമാണം നടക്കും. ആ പപ്പുള്ള പറഞ്ഞ പാഠങ്ങളുടെ കാര്യമോ? അത് നമുക്ക് ദേവൻകുട്ടിയുടെ പണമുണ്ടല്ലോ, എത്ര വേഗത്തിൽ വേണമെങ്കിലും അത് എഴുതിക്കാം. ദേവൻകുട്ടിയുടെ പണം അതിന് വേണ്ട, അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. മാധവിയമ്മ അഹങ്കാരത്തോടെ പറയുകയാണ്. ദേവൻകുട്ടിയുടെ പണം കൊണ്ടേ നമുക്ക് വേറെ വസ്തുക്കൾ വാങ്ങാം. ഒരു 10 വർഷം കഴിയുമ്പോൾ നാം ആയിരിക്കും ഈ തിരുവനന്തപുരത്തെ ഏറ്റവും സമ്പന്നർ. അവരങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ അവരുടെ മകൾ ദേവകിക്കുട്ടി കയറി വരികയാണ്. ദേവകിക്കുട്ടി ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. അവൾ നല്ല സന്തോഷമില്ലാതെയാണ് കടന്നു വരുന്നത്. അവളെ കണ്ടുടനെ കൃഷ്ണ പണിക്കർ ചോദിച്ചു, മോളെ കല്യാണം കേമമായില്ലേ? പയ്യന് ലക്ഷങ്ങളുടെ സ്വത്തും തത്രേ. ആ പെണ്ണിന്റെ ഭാഗ്യം. ഭാഗ്യം, അതെ, ഭാഗ്യമുള്ളവർ ധാരാളം ഉണ്ട് അച്ഛ. അവൾ അച്ഛൻ മറുപടി പറയാൻ നിൽക്കാതെ അവളുടെ മുറിയിലേക്ക് പാഞ്ഞുപോയി. ആ മുറിയിൽ ചെന്ന് അവൾ അവളുടെ നിലക്കണ്ണാടിയിൽ നോക്കുകയാണ്. അവളുടെ കവിളുകളുടെ തുടുപ്പ് മാഞ്ഞു പോയിരിക്കുന്നു. അതീവ സൗന്ദര്യം ഉണ്ടായിരുന്ന അവളുടെ സൗന്ദര്യം അവനിൽ നിന്ന് അകന്നു പോവുകയാണ്. കണ്ണുകളുടെ താഴെ കറുപ്പ് പടർന്നിരിക്കുന്നു, മുടിയാകെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. അവൾ അങ്ങനെ ആ കണ്ണാടിയെ നോക്കി നിൽക്കുകയാണ്. അവൾക്കിപ്പോൾ പ്രായം 35 വയസ്സ് കടന്നിരിക്കുന്നു. സൗന്ദര്യവും പിന്നെ അവളുടെ മാതാപിതാക്കൾക്ക് ചിന്തയേ ഇല്ല. ഇന്ന് മറ്റൊരു വിശേഷം കൂടെ, ദേവകിക്കുട്ടിക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. അവളുടെ ശമ്പളം ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ആ വീടാകെ അതിന്റെ ആഘോഷത്തിലാണ്. ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും ആ വീട്ടിൽ കടന്നെത്തി ദേവകിക്കുട്ടിയെ അഭിനന്ദിക്കാൻ. പക്ഷേ ദേവകിക്കുട്ടി അതിന് ചെവി കൊടുക്കാനേ നിന്നിട്ടില്ല. അവൾ തന്റെ മുറിയിൽ ആ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അവൾ ആകെ സങ്കടപ്പെട്ട് തന്റെ ആളെ ഓരോന്നായി ഊരി വലിച്ചെറിയുകയാണ്. അവൾ ആ കണ്ണാടിയിൽ നോക്കി പൊട്ടി പൊട്ടി കരയുകയാണ്. അവൾ ഉച്ചത്തിൽ വിളിച്ചു. ആ വീട്ടിൽ ഒരു ജോലിക്കാരിയുണ്ട്, ജാനു. ആ വീട്ടിൽ ദേവകിക്കുട്ടിയോട് ആകെ അനുകമ്പയും സ്നേഹവും കാണിക്കുന്നത് ഈ ജോലിക്കാരി മാത്രമാണ്. നല്ല കാര്യശേഷിയുള്ള ചുറുചുറുക്കുള്ള ഒരു ജോലിക്കാരി. പറഞ്ഞാലുണ്ടല്ലോ ജാനുവിന്റെ വിധം മാറും. പിന്നെ ചൊറിയണം വെട്ടി അടിച്ചു കൊടുത്താലത്തെ അവസ്ഥയാണ്. ഒരു എരിപൊരിവാണ്. വർത്താനം പറയാൻ നിൽക്കുന്നവൻ ആകെ ചൊറിഞ്ഞ് നാറി മാറും. പക്ഷേ അവൾ പച്ചക്കരിമ്പിന്റെ ഒരു ചുറുചുറുക്കുണ്ട്. ആരോടെങ്കിലും അവളോട് മോശമായി പെരുമാറുന്നവരുടെ കണ്ണിൽ കാന്താരി മുളക് അരച്ചിട്ട് കേച്ചു കൊടുത്താലുള്ള അവസ്ഥയാണ്. പക്ഷേ മനസ്സിലോ
എന്താ കൊച്ചമ്മ വിളിച്ചോ? പിന്നെ വിളിച്ചില്ലേ എനിക്ക് ചെവി കേട്ടൂടെ? കൊച്ചമ്മ കാര്യം പറ. എടി ഈ ഡോലക്കും മാലയും ഒക്കെ ഇവിടെ എടുത്തോണ്ട് പോയിട്ടോ. എനിക്കിത് വേണ്ട. അയ്യോ കൊച്ചമ്മ, ഇതൊക്കെ സ്വർണ്ണമല്ലയോ? ഇത് എടുത്തോണ്ട് പോവാനോ? ആ നീ എടുത്തോ, നീ എടുത്തോ, എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ഈ കണ്ണാടി കൂടി ഇവിടെ എടുത്ത് മാറ്റി വെച്ചോളാം. എനിക്ക് കണ്ടുപോകും. ഈ കൊച്ചമ്മയ്ക്ക് എന്താ നട്ട പ്രാന്തായോ? അതെ, പ്രാന്താണ്. എനിക്ക് പ്രാന്താണ്. കൊച്ചമ്മ കൊച്ചമ്മ പഞ്ചപ്പെട്. എന്താണ് കൊച്ചമ്മയുടെ പ്രശ്നം? ഇല്ല, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ വീട്ടിലുള്ള ആർക്കും മനസ്സിലാവില്ല. ഈ വീട്ടിലുള്ള ആർക്കും മനസ്സിലാവില്ല. അതാ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അവിടെ ദേവകിക്കുട്ടിയുടെ സഹോദരി ഭാരതിയാണ് താമസിക്കുന്നത്. ഭാരതി 3 വർഷം മെട്രിക്കുലേഷൻ എഴുതി പരാജയപ്പെട്ടു. മണ്ടിയെന്നും മടയെന്നൊക്കെ വെളിപ്പേര് കൊടുത്ത് അവൾക്ക് ഒരു വിവാഹം നടത്തി കൊടുത്തു അവളുടെ മാതാപിതാക്കൾ. മണ്ടികൾക്ക് പറ്റുന്ന അബദ്ധമാണല്ലോ കല്യാണം. അവൾ ഇന്ന് ഒരു ഭാര്യയാണ് ഭാരതി. അവൾക്ക് ഒരു ഭർത്താവുണ്ട്. തനി നാട്ടും പുറത്തുകാരൻ, ദരിദ്രനും ജീവിക്കാൻ മാർഗമില്ലാത്തവരുമായ ചെല്ലപ്പൻ പിള്ള. പക്ഷെ ചെല്ലപ്പൻ പിള്ളയെ അനിയത്തിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട്. അദ്ദേഹം BA കാരനാണ്. BA കാരൻ ചെല്ലപ്പൻ പിള്ളയെ തന്റെ സഹോദരിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ദേവകിക്കുട്ടി ചെല്ലപ്പൻ പിള്ളയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. അയാൾക്ക് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി. ഈ ചെല്ലപ്പൻ പിള്ളയ്ക്ക് 70-കാരനായ ഒരു പിതാവുണ്ട്. 6 ഇളയ സഹോദരങ്ങളുണ്ട്. അവരിന്ന് മലപ്രദേശത്ത് ഒരു തനി നാട്ടിൻ പുറത്ത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതെ കഴിയുകയാണ്. പക്ഷേ അനിയത്തിയുടെ വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഇപ്പോൾ അവളുടെ ലോകത്തിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. അവളുടെ ലോകത്ത് അവളുടെ ഭർത്താവും കുഞ്ഞും മാത്രമായി അവൾ അവളുടെ ചേച്ചിയെ അവഗണിക്കാൻ തുടങ്ങി. അവളുടെ ചേച്ചിക്ക് അത് സഹിക്കുന്നതിനും അപ്പുറമായി. അവൾ കണ്ടൊരു ലോകമല്ല. മണ്ടിയെന്നും മടയെന്നും വിളിച്ച ഭാരതി ഇന്നൊരു ഭാര്യയാണ്, അമ്മയാണ്. അവൾക്ക് സ്വന്തമായ ഒരു ലോകമുണ്ട്. അവൾക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ട്. അവൾക്ക് ഒരു ഓമന കുഞ്ഞുണ്ട്. അത് കാണുതോറും ദേവകിക്കുട്ടിയുടെ കണ്ണുകളിൽ പകയാണ്, അസൂയയാണ്, വിദ്വേഷമാണ്. ദേവകിക്കുട്ടിക്ക് ഒരു സഹോദരനുണ്ട്, രാജശേഖരൻ. അവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്മാരുടെ മക്കളുമായി ചങ്ങാത്തത്തിലാണ്. ചേച്ചിയുടെ പണം പൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു നഗരപുത്രൻ, ഒരു മൂടിയനായ പുത്രൻ. അവൻ ചേച്ചിയുടെ മുതൽ മുടിച്ചുകൊണ്ട് അങ്ങനെ പൂർത്തടിച്ച് നടക്കും. സ്വന്തമായി ഒരു തൊഴിലുമില്ല. ഈ രാജശേഖരന് കൂട്ടുകാരൻ ആരൊക്കെയാണെന്ന് അറിയാമോ? പേഷ്കാരുടെ മകൻ, ചീഫ് സെക്രട്ടറിയുടെ മകൻ, ഹൈക്കോടതി ജഡ്ജിയുടെ മകൻ. ഇവരുമൊത്ത് ടെന്നീസ് കളിച്ച് വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അതാ രാജശേഖരൻ കയറി വരുന്നത്.
പൊളിയുന്നു. അവന് മര്യാദയ്ക്കൊന്ന് വസ്ത്രം ധരിക്കാൻ അറിയാമോ? ഒറ്റ മുണ്ടും ജൂബായും തോളത്തൊരു തോർത്ത്. നാണമില്ലേ ഈ നഗരത്തിൽ അങ്ങനെ ഇറങ്ങി നടക്കാൻ? എന്റെ കൂട്ടുകാരൻ എന്നെ കളിയാക്കി കൊല്ലുന്നു. എനിക്ക് വയ്യ. അവൻ ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അവനൊരു സാധുവാ കുഞ്ഞെ. അവന് അവിടെ എങ്ങനെ കഴിഞ്ഞു പോട്ടെ. നിന്റെ അനിയത്തിക്ക് അവനോട് വലിയ ഇഷ്ടമാണ്. അച്ഛാ, അത് പറയാൻ പറ്റത്തില്ല. ഈ വീട്ടിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ അന്തസ്സിലൊക്കെ ജീവിക്കണം. എന്നോടൊപ്പം അവൻ പുറത്തേക്ക് വരണം, ടെന്നീസ് കളിക്കണം, ഒരു സിനിമയ്ക്ക് വരണം. നീ തന്നെ അവനോട് ചെന്ന് ചോദിച്ചു നോക്കൂ കുഞ്ഞെ. അവൻ തീർച്ചയായിട്ടും നമ്മോടൊപ്പം വരും, നമ്മോടൊപ്പം ഇണങ്ങി ജീവിക്കും. അല്ലാതെ അവൻ എവിടെ പോകാൻ? അതാ രാജശേഖരൻ പാഞ്ഞ് സ്വന്തം സഹോദരിയുടെ മുന്നിലേക്ക് പോവുകയാണ്. എടോ ചെല്ലപ്പൻപിള്ള, ഇങ്ങുവാ. ചെല്ലപ്പൻപിള്ള രാജശേഖരനെ ഒന്ന് പരിഗണിച്ചതേയില്ല. എടോ തന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് കേട്ടില്ലേ? എന്താ? താൻ ഇന്ന് എന്നോടൊപ്പം ഒരു പാർട്ടിക്ക് വരണം. പാർട്ടിക്കോ? എനിക്ക് കഴിയില്ല. താൻ ഇന്ന് എന്നോടൊപ്പം വന്നേ കഴിയൂ. ഇല്ല, ഞാൻ വരില്ല. എങ്കിൽ താൻ ഇന്ന് ഈ വീടിന് പുറത്താണ്. താൻ ഇവിടെ നിന്ന് പുറത്ത് പോയിരിക്കണം. കുറച്ച് നാളായി ഞാൻ അത് ആഗ്രഹിക്കുകയാണ്. എന്റെ 70-കാരനായ അച്ഛനും 6 പിഞ്ചു കുഞ്ഞുങ്ങളും അങ്ങ് നാട്ടിൻ പുറത്ത് പട്ടിണിയിലാണ്. അവരുടെ പണം പിടിച്ചു പറിച്ചാണ് ഞാൻ ഈ കാണുന്ന BA ഡിഗ്രി ഉണ്ടാക്കിയത്. ഞാൻ പോകും, തീർച്ചയായിട്ടും പോകും. എനിക്ക് നിങ്ങളുടെ അടിമയായി ഇവിടെ ജീവിക്കാൻ വയ്യ. ഞാൻ തീർച്ചയായും പോകും. രാജശേഖരൻ തല്ലിതുള്ളി അതാ മുറിക്ക് പുറത്ത് കടന്നു. പക്ഷേ ഭാരതി പൊട്ടിക്കരയുകയാണ്. അവൾ അവളുടെ ഭർത്താവിനോട് പറയുകയാണ്, അങ്ങ് പോകുമോ? എന്നെ ഇട്ടിട്ട്, നമ്മുടെ ഈ ഓമന കുഞ്ഞിനെ ഇട്ടിട്ട് അങ്ങ് പോകും. ഞാൻ വണ്ടിയാണ്, പടയാണ്. പക്ഷെ അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങ് എന്നെ ഇട്ടിട്ട് പോകരുത്. ഞാൻ ചേച്ചിയോട് ഒന്നുകൂടി ചോദിച്ചു നോക്കാം. 2 ദിവസം അങ്ങ് ഇവിടെ താമസിക്കണം. ശരി, എന്നാൽ ആ പരീക്ഷണം കൂടി നടക്കട്ടെ. 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഞാൻ പോകും, തീർച്ചയായിട്ടും പോകും. അതെ, ആ വീട്ടിൽ ആകെ ഉള്ളു തകർന്ന് ഉള്ളു നീറി പുകഞ്ഞാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. ഒരു വശത്ത് 70-കാരനായ വൃദ്ധനായ രോഗിയായ അച്ഛൻ, തന്റെ 6 ഇളയ സഹോദരങ്ങൾ, മറുവശത്ത് പ്രിയപ്പെട്ട പത്നിയും പിഞ്ചുകുഞ്ഞും. ഇവരിൽ ആരെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? ചെല്ലപ്പൻപിള്ള ഹൃദയം തകർന്ന് വേദനയോടെ ഒരു നിമിഷം കാത്തിരുന്നു. പിന്നെ അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അയാൾ പറയുന്നു, കുഞ്ഞിനെ നല്ലവണ്ണം നോക്കണേ, അവന് മരുന്ന് കൊടുക്കണേ. ഈ താല്പര്യക്കാരനാണ് ഞങ്ങളെ വിട്ടിട്ട് പോകുമെന്ന് പറയുന്നത്. ഭാരതിക്ക് അവളുടെ സങ്കടം മാഞ്ഞുപോയി. അവളുടെ ഉള്ളിൽ ഒരാശ വളർന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല.
എല്ലാ സന്തോഷങ്ങളെയും മായ്ച്ചുകൊണ്ട് 2 ദിവസത്തിന് ശേഷം ചെല്ലപ്പെൺപിള്ള ആ വീട് വിട്ടുപോയി. അതിന് മറ്റൊരു കാരണമുണ്ട്. മാധവിയമ്മ അവർ ചെല്ലപ്പെൺപിള്ളയുടെ മുറിയിലേക്ക് കടന്നു ചെന്ന് അയാളെ നിശ്ചിതമായി പരിഹസിക്കുകയാണ്. അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയാ കിടക്കോളാം, നീ അങ്ങ് മലമൂട്ടുകാരനല്ലേ, നിനക്ക് ഞങ്ങളുടെ സംസ്കാരമൊന്നും അറിയത്തില്ല, നിനക്ക് ഈ വീട്ടിൽ കഴിയാൻ ഒരു യോഗ്യതയുമില്ല, കടന്നു പോടാൻ പറ്റി. ഒരു നിമിഷം ആ ബിഎക്കാരന്റെ നെഞ്ച് കടന്നു പോയി. കുടിയിലാണെങ്കിലും അയാളുടെ വീട്ടിൽ സംസ്കാരമുള്ളവരെ ഉണ്ടായിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ ഭാഷ അയാൾക്ക് സഹിക്കാൻ വയ്യ. അയാൾ ഉടുത്ത വസ്ത്രത്തോടെ ആ വീട് വിട്ടു പോയിരിക്കുകയാണ്. ഇതെല്ലാം നിശ്ചലയായി കരിങ്കല്ല് പോലെ കണ്ടു നിൽക്കുകയാണ് ദേവകിക്കുട്ടി. അവളുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുടുക്കുകയാണ്. ഇനി ഇവൾ, ഈ ഭാരതി നമ്മുടെ വൈദിക്കൊക്കെ നമ്മോടൊപ്പം ഇവിടെ കഴിഞ്ഞുകൊള്ളും. എന്നെ പോലെ അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി എന്നേ ഉള്ളൂ. എങ്കിലും ഭർത്താവില്ലാതെ അവൾ എന്നെ പോലെ ഇവിടെ ഒരു വിധവയെ പോലെ ജീവിക്കും. ദേവകിക്കുട്ടി സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തതാ ആ പൂമുഖത്ത് ഒരു വലിയ ആഘോഷം നടക്കുന്നു. കൃഷ്ണപണിക്കനും മാധവി അമ്മയും രാജശേഖരനും കൂടി അവർ ചെല്ലപ്പെൺപിള്ളയുടെ യാത്ര ആഘോഷിക്കുകയാണ്. അവർക്ക് വളരെ സന്തോഷമായി. ഒരു ഒഴിയ വാഹ ഒഴിഞ്ഞു പോയിരിക്കുന്നു. രാജശേഖരൻ ആ വീട്ടിൽ കിടന്ന് അങ്ങേയറ്റം ആഘോഷം നടത്തുകയാണ്. അപ്പോൾ മാധവിയമ്മ അവനെ തോളത്ത് തട്ടി സന്തോഷിപ്പിക്കുകയാണ്. പക്ഷേ കൃഷ്ണപണിക്കർ പറയുന്നത് കേൾക്കൂ. രാജശേഖര, നിനക്ക് ഞാനൊരു തൊഴിലുണ്ടാക്കി തരും, നീ ആ തൊഴിൽ ചെയ്യണം. തൊഴിൽ ചെയ്യാനോ? ഞാനോ? അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? എപ്പോഴും ഒരേ കാര്യത്തെ പറ്റി ആലോചിച്ച് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ BA ജയിക്കാത്തത് എത്ര നന്നായി. ആ ചെല്ലപ്പെൺപിള്ളയെ പോലെ അല്ലെങ്കിൽ തൊഴിൽ തേടി നടക്കേണ്ടി വന്നേനെ. എനിക്ക് തൊഴിലൊന്നും എടുക്കാൻ പറ്റില്ല. കുഞ്ഞെ, നീ തൊഴിലൊന്നും എടുക്കണ്ട, നീ മാനേജറായിട്ട് ഇരുന്നാൽ മതി. മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് തൊഴിൽ ചെയ്യിക്കാം. ഒരു നിലയും വിലയും വരണമെങ്കിൽ നീ ഒരു തൊഴിൽ ചെയ്തേ പറ്റൂ. എന്താണ് അവനെ വിഷമിപ്പിക്കുന്നത്? അവന് തൊഴിലൊന്നും എടുക്കണ്ട. നമ്മളില്ലയോ അവന്റെ 7 ജന്മം കഴിയാനുള്ള വക നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലയോ? പിന്നെ നമ്മൾ എന്തിനാണ് അവന് തൊഴിലെടുക്കാൻ വിടുന്നത്? മാധവി അമ്മയ്ക്ക് അവൻ ഇപ്പോഴും പൊൻകുഞ്ഞാണ്. അമ്മയ്ക്ക് പൊൻകുഞ്ഞ് അച്ഛനെന്നും താരോലം, ആരാധകർക്കെന്നും സ്വപ്നരാജൻ. അമ്മയ്ക്ക് പൊൻകുഞ്ഞ് അച്ഛനെന്നും താരോലം, ആരാധകർക്കെന്നും സ്വപ്നരാജൻ. കണ്ണി പോലെ ഒരു പാഴ്ജന്മം. പക്ഷെ അവനത് മനസ്സിലാകുന്നതേയില്ല. അവൻ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, എനിക്കിന്ന് കുറേ പണം വേണം. എന്തിനാ പിന്നെ? ഞാനേ ഇന്ന് പേഷ്കാരുടെ മകനെ ടെന്നീസിൽ സെറ്റിൽ തോൽപ്പിച്ചു. അതിന് ഒരു പാർട്ടി നടത്താൻ
പോകുന്ന കണ്ടല്ലോ. ഫയലുകളൊന്നും കൊണ്ടുവന്നില്ലേ? നീ എന്താ ഓഫീസിൽ പോകാത്തത്? ഞാൻ ഈ ഓഫീസിൽ പോകുന്നില്ല. എന്താ കുഞ്ഞെ, നിനക്ക് എന്താണ് പറ്റിയത്? അമ്മയുടെ വിവാഹം കഴിഞ്ഞത് എത്ര വയസ്സിലാണ്? അത് 24 വയസ്സിൽ. അച്ഛൻ അന്ന് എത്രയായിരുന്നു പ്രായം? 28 വയസ്സ്. നിങ്ങൾക്ക് നല്ല പ്രായമായിരുന്നു അല്ലേ? അമ്മയുടെ വിവാഹ ജീവിതത്തെ പറ്റി അമ്മ കന്യകയായിരുന്നപ്പോൾ സ്വപ്നങ്ങൾ കണ്ടിരുന്നില്ലേ? അത് പിന്നെ അങ്ങനെ അല്ലാതെ വയ്ക്കുമോ? പിന്നെ അമ്മ എന്താ അമ്മയുടെ മൂത്ത മകളെ വിവാഹം ചെയ്തയക്കാൻ ആലോചിക്കാത്തത്? അത് പിന്നെ നീ ഉന്നത ഉദ്യോഗസ്ഥയോ? ഉന്നത ഉദ്യോഗസ്ഥർക്ക്, രാജ്യം ഭരിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ ആരില്ല. അവർക്ക് പൗരുഷമാണ് ഉണ്ടാകേണ്ടത്. പൗരുഷം. അമ്മേ, ഞാൻ പകുതി സ്ത്രീയും പകുതി പുരുഷനുമായും ജീവിക്കണമല്ലേ? ഞാൻ പുരുഷനായി മാറണമല്ലേ? എന്താ കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ പോലെ ഉദ്യോഗം ഭരിക്കുന്ന സ്ത്രീകളെല്ലാം അങ്ങനെയല്ലേ? അവരെല്ലാം വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുകയാണോ? എന്താ അമ്മ ഇങ്ങനെ ആയിപ്പോയത്? ദേവകുട്ടി അവളുടെ മുറിയിലേക്ക് കടന്നുപോയി. അവളുടെ സഹോദരനെ വിളിക്കുകയാണ്. എടാ രാജാ, ഇവിടെ വാ. അവൻ ചേച്ചിയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. എന്താ ചേച്ചി? അവൾ ആ ഭാരതി എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. എന്താ ചേച്ചി? നീ ചെന്ന് നോക്ക്. ഇതാ അവൾ എഴുതിയ കത്താണിത്. അവൾ ആ മുറിയിലില്ല. അവളുടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവളുടെ കൂടെ ജീവിക്കാൻ പോയിരിക്കുന്നു. അവളെന്നെ തോൽപ്പിച്ച് കളഞ്ഞു. അവളെന്നെ തോൽപ്പിച്ച് കളഞ്ഞു. ഈ വീടിന് പുറത്തിറങ്ങാത്ത, വെളിയിലെ ലോകം തിരിച്ചറിയാൻ കഴിയാത്ത അവൾ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മൈലുകളോളം സഞ്ചരിച്ച് അവന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അവൾ അവിടെ ജീവിച്ചു കൊള്ളാമെന്ന്, അവന്റെ ഭാര്യയായി മാത്രം അവൾ ജീവിച്ചു കൊള്ളാമെന്ന് അവൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. എടാ രാജാ, നാളെ വൈകുന്നേരത്തിന് മുമ്പ് അവൾ ഇവിടെ ഉണ്ടാകണം. അവളും കുഞ്ഞും മാത്രം. ശരി ചേച്ചി, എനിക്ക് ജീവനുണ്ടെങ്കിൽ അവർ ഇവിടെ എത്തിയിരിക്കും. രാജശേഖരൻ കടന്നുപോയി. അതെ, നന്മയ്ക്കും സ്നേഹത്തിനും ഈ നാട്ടിൽ ഒരു വിലയുമില്ല. അത് ഒരു വലിയ കുറ്റമാണ്. സംസ്കാരം എന്നത് ഒരു പാഴ് വസ്തുവാണ്. അതിന് ഒരു വിലയുമില്ല. അതാ അങ്ങകലെ മലയോര ഗ്രാമത്തിലെ അങ്ങ് മലമുകളിൽ ഒരു കൊച്ചു കുടി. ആ കുടിന്റെ മുഖത്ത് അതാ നോക്കൂ, ഭാരതി അവളുടെ കൊച്ചു കുഞ്ഞുമായി ഇരിക്കുകയാണ്. ചെല്ലപ്പെൺപിള്ളയുടെ 6 ഇളയ സഹോദരങ്ങൾ അവർക്ക് ചുറ്റും നിന്ന് സന്തോഷത്തോടെ കളിക്കുകയാണ്. അങ്ങ് വീടിന്റെ കൊച്ചു പറമ്പിലെ കപ്പ പാടത്തിൽ ചെല്ലപ്പെൺപിള്ള വൃദ്ധനായ പിതാവിനോടത്ത് കപ്പ പറിക്കുകയാണ്. അതാണ് അന്നത്തെ അവരുടെ ആഹാരം. അതാ ദൂരെ നിന്ന് ഒരു കൂട്ടം പരിഷ്കാരികൾ പാഞ്ഞു വരുന്നു. മുമ്പിൽ രാജശേഖരൻ
മകന്റെ സമീപം വീട് കിടക്കുന്നു. പ്രിയമുള്ളവരെ, ആ കൊച്ചു വീടിന്റെ മുറ്റം ഒരു കപ്പുഴയായി മാറിയിരിക്കുകയാണ്. ഭാരതി ഓടിച്ചെന്ന് അവളുടെ പ്രിയതമന്റെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് വന്നു. ചില പെൺപിള്ളേരുടെ ജീവൻ പൊലിഞ്ഞു പോയി. ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കുന്നു. രാജശേഖരൻ അതാ ഓടി പോവുകയാണ്. അയാൾ കൂട്ടനുമൊത്ത് ഓടി മറയുന്നു. പക്ഷേ ഇപ്പോൾ രാജശേഖരൻ ജയിലിലാണ്. ഇതെല്ലാം കേട്ട് അതാ അങ്ങ് മാധവി സദനത്തിൽ ഒരാൾ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ദേവകുട്ടി, അവൾക്ക് സങ്കടമില്ല. അവളുടെ സഹോദരിക്ക് സംഭവിച്ച ആ ദുരന്തം ഓർത്തിട്ടും അവൾക്ക് സങ്കടമൊന്നുമില്ല. ദേവകുട്ടി സന്തോഷിക്കുകയാണ്. പക്ഷെ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ആ പാവം ചെല്ലപ്പമില്ല, അവനെ കൊന്നു കളയണ്ടായിരുന്നു. അവളെ ഇവിടേക്ക് വരുത്തണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അവനെ ആ നശിച്ചവൻ പോയി കൊന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ല. അതാ ജാനു പെട്ടെന്ന് കയറി വരികയാണ്. കൊച്ചമ്മ, ആ റോസി പട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല കൊച്ചമ്മ. എന്താണ് ആ മുക്കർ പട്ടിയെ പിടിച്ച് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തില്ലേ? അതെനിക്ക് കൊടുത്തോ? എന്റെ കൺമുന്നിൽ ആ നായകൾക്ക് പോലെ ഒരു ജീവിതമുണ്ട്. ഞാൻ കൊടുത്തു. ആ മുക്കർ പട്ടിയെ ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തത് തന്നെയാണ്. നോക്കണേ, പ്രകൃതിയിലെ ചരാചരങ്ങളോട് പോലും ദേവകി കുട്ടിക്ക് പകയാണ്. അവളുടെ കൺമുന്നിൽ ഇണകളായ ഒരു 2 നായകളുണ്ടായിരുന്നു. അവളുടെ വളർത്തു നായകൾ. അതിലെ ആ നായയെ അവൾ മുനിസിപ്പാലിറ്റിക്കാർക്ക് പിടിച്ചു കൊടുത്തു. ആ റോസിപ്പട്ടിയുടെ കരച്ചില് സഹിക്കാൻ വയ്യ. അത് കാഞ്ഞു പോകുമെന്നാ തോന്നണത്. ഈ കണ്ണറാ തുക്ക എനിക്ക് കാണാൻ വയ്യ കൊച്ചമ്മ. കാണാൻ വയ്യെങ്കിലേ ഞാനൊരു പരിഹാരം പറയാം. അതനുസരിക്കുമോ? എന്താ കൊച്ചമ്മ? അച്ഛനെ ഉപേക്ഷിക്കണം. ഭാരതിക്ക് എന്തായാലും അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. നീ നിന്റെ ഭർത്താവ് രാമൻപിള്ളയെ ഉപേക്ഷിക്കണം. എങ്കിൽ എനിക്ക് സന്തോഷമാണ്. എന്താ കൊച്ചമ്മ ഇതൊക്കെ പറയണത്? എന്നെ ആ രാമൻപിള്ളയ്ക്ക് പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്തത് കൊച്ചമ്മയോ? ഞാൻ ഉപേക്ഷിച്ച് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? പറ്റില്ലല്ലേ? നിനക്കത് പറ്റില്ലല്ലേ? പട്ടിണിയാണെങ്കിലും വീട്ടിൽ ഒരു ആൺതുണ വേണം. അതുകൊണ്ട് നിനക്കത് പറ്റില്ല. എടി ഞാനും നീ ചെന്ന് ആ വേൽപ്പിള്ളയെ വിളിച്ചോളൂ. വേൽപ്പിള്ള ദേവകിക്കുട്ടിയുടെ ഓഫീസ് ശിപായിയാണ്. എല്ലാ ദിവസവും ദേവകിക്കുട്ടിയുടെ
വാഹനത്തിനൊപ്പം അകമ്പടി വരുന്ന വേലുപിള്ള കാണാൻ അതീവ സുന്ദരനായ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ശിപായിയാണ്. അന്നും വേലുപിള്ള വന്നിരുന്നു അവളെ ഫയലുകൾ ഒപ്പിടിക്കാൻ. പക്ഷേ ദേവക്കൂട്ടി 2 ദിവസം അവധിയിലാണെന്ന് പറഞ്ഞ് അയാളെ മടക്കി. വേലുപിള്ളെ, നാളെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കൊച്ചമ്മ? ഇപ്പോഴേ പറയണം. പറ്റില്ല, നാളെ താൻ ഫയലുകളുമായി വരും, അപ്പോൾ പറയാം. അടുത്ത ദിവസം വേലുപിള്ള വന്നു. ഞാനും അയാളെ ദേവകുട്ടിയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്താ കൊച്ചമ്മ, എന്ത് പറയാനുള്ളത്? ഇതാ ഈ കത്ത് മേലാവി കൊടുക്കണം. ഞാൻ ഇന്ന് ജോലിക്ക് വരുന്നില്ല, ഇനി ഒരിക്കലും ഞാൻ ജോലിക്ക് വരുന്നില്ല. എന്താ കൊച്ചമ്മ ഇങ്ങനെയൊക്കെ പറയണത്? 2 ദിവസം അസുഖം കഴിഞ്ഞ് ഞാൻ വീണ്ടും വരാം. കൊച്ചമ്മ ജോലിക്ക് വരണം. വേലുപിള്ളെ, ഞാൻ പറഞ്ഞതനുസരിക്കോ? ഞാൻ തന്ന ഈ കത്ത് മേലാവിൽ കൊടുക്കുക. വേലുപിള്ള കടന്നുപോയി. അടുത്ത ദിവസം അതാ മാധവിയമ്മയും കൃഷ്ണ പണിക്കരും ദേവകി കുട്ടിയെ വിളിക്കുകയാണ്. മോളെ മോളെ, നമുക്ക് അവനെ പുറത്തിറക്കണ്ടായി. എന്റെ കുഞ്ഞ് അങ്ങ് ജയിലിൽ കൂട്ടവഴി കൊണ്ട് കിടക്കുക. ഉടയാത്ത വസ്ത്രം ധരിച്ചിരുന്ന അവൻ പൈപ്പനോട് പോയിട്ട് ജയിലില് പുഴുക്കലരി ചോറ് കൊണ്ട് കിടക്കുക. നമുക്ക് അവനെ രക്ഷപ്പെടുത്തണ്ടേ? ഒരു വക്കീലിനെ വെക്കണ്ടേ? വേണ്ട, അവൻ ഇതുവരെ ചെയ്തതിന്റെ പാപം അവൻ ഇങ്ങനെ അനുഭവിച്ചു തീർക്കട്ടെ. ഈ നാടിനും വീടിനും ഭാരമായി അവൻ ജീവിക്കണ്ട. അവന് ഇതൊരു നല്ല പാഠമായിരിക്കും. ജീവിതം ദൈവം തരുന്ന ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ആ ജീവിതത്തെ ധൂർത്തടിച്ച് പാഴാക്കി കളയുന്നവന് ഒരു ദിവസം തീർച്ചയായും അതിന് പ്രതിഫലം നൽകേണ്ടി വരും. അടുത്ത ദിവസം സന്ധ്യമായി. അതാ ജാനു കടന്നു വരുന്നു. കൊച്ചമ്മ, എന്നെ വിളിച്ചോ? നിന്നെ വിളിച്ചു. നിനക്ക് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ? അയ്യോ, കൊച്ചമ്മയോട് പിണങ്ങാനോ? ഞാനോ? എനിക്ക് പിണക്കമൊന്നുമില്ല കൊച്ചമ്മ. എടി, നീ പോയി ആ വേലുപിള്ളയെ വിളിച്ചോണ്ട. വേലുപിള്ളയെ ഈ നേരത്തെ എന്തിനു കൊച്ചമ്മ വിളിക്കണതേ? ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി, പോയി വിളിച്ചോണ്ടോ. അതാ വേലുപിള്ള കടന്നു വരും. വേലുപിള്ളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു കൊച്ചമ്മ, പക്ഷെ കാര്യം പറഞ്ഞില്ല, വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെ, നാം ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജീവിക്കാൻ പോവുകയാണ്. അതെ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോവുകയാണെന്ന്. കൊച്ചമ്മ, ഞാനാര്? കൊച്ചമ്മയാണ്. ഞാനൊരു സ്ത്രീ, നിങ്ങളൊരു പുരുഷൻ. ഈ ലോകം നമുക്ക് വിഭജിച്ച ഒരു ജീവിതമുണ്ട്. ഇണകളായി ജീവിക്കാൻ നാം ഇവിടെ വിട്ടു പോവുകയാണ്. അയ്യോ കൊച്ചമ്മ, കൊച്ചമ്മ, ഞാൻ 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 അവിടുത്തെ ശിവാജി ആയിരുന്നതല്ലേ? കൊച്ചമ്മ, കൊച്ചമ്മ ആരാണ്? ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയല്ലേ? നമ്മൾ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുന്നത്? നമ്മളുടെ ഇടയിലുണ്ടായിരുന്ന ആ അന്തരം ഇന്നലെ തീർന്നു കഴിഞ്ഞു. വേൽപ്പിള്ളെ, ഞാൻ എന്റെ ജോലി രാജിവെച്ചു. ഇന്ന് ഞാൻ വെറും ദേവകിക്കുട്ടിയാണ്, വെറും പെണ്ണ്. വേലുപിള്ളയുടെ അധ്വാനത്തിൽ അന്നം കൊണ്ട് ജീവിക്കാൻ പോകുന്ന
ഒരു സാധാരണ പെണ്ണ്. ജാനു അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുകയാണ്. അവൾ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് പറയുന്നു, ചരിത്രം ആവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ചരിത്രം എന്താണെന്നോ? മാധവിയമ്മ എന്ന പ്രഭുകുമാരിയുടെ വീട്ടിൽ വെറും കൂലിപ്പണിക്കാരനായിരുന്നു കൃഷ്ണപ്പണിക്കർ. 35 വർഷം മുമ്പ് മാധവി അമ്മ കാണിച്ച ആ ധൈര്യമാണ് ഇന്ന് മാധവി സദനത്തിലെ കൃഷ്ണപ്പണിക്കരും മാധവിയമ്മയും. അവരുടെ കഠിനാധ്വാനമാണ് ഇന്ന് കാണുന്ന മാധവി സദനം. അതെ, ജാനുവിന് ആ കഥയറിയാം. പക്ഷെ വിശ്വസ്തയായ ആ വേലക്കാരി ഇത്രയും നാൾ അത് അവളുടെ മനസ്സിൽ ചുമക്കുകയായിരുന്നു. അവൾ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അന്ന് അമ്മ ചെയ്തെങ്കിൽ ഇന്ന് മകൾ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവർ, ഒരു സ്ത്രീയുടെ ജീവിതം പ്രകൃതി കനിഞ്ഞു നൽകിയതാണ്. അതിൽ അവൾ ഒരു കൊച്ചു കുഞ്ഞായി അമ്മയുടെ ഉദരത്തിൽ രൂപമെടുക്കുന്നത് മുതൽ മരിച്ചു മണ്ണടിഞ്ഞ് ഈ ഭൂമിക്ക് ജീവജാലങ്ങൾക്ക് വളമാകുന്നത് വരെ അവളിൽ നിക്ഷിപ്തമായ കുറെ നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളില്ലെങ്കിൽ അവളില്ല. ഇത് കന്യക എന്ന ബൃഹത് നാടകത്തിലൂടെ മലയാളിയുടെ പ്രിയങ്കരനായ നാടകകാരൻ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള നമ്മോട് പറഞ്ഞു. അത് എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട്. പ്രിയമുള്ളവരെ, കന്യക എന്ന കഥാപ്രസംഗം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം. എന്താണ് ഉദ്ദേശിച്ചത്? സാറ് അടക്കി വെച്ച വികാരങ്ങൾ, സ്ത്രീയുടെ അടക്കി വെച്ച വികാരങ്ങൾ പുറത്തേക്ക് കുതിക്കുന്ന ഒരവസരം ഉണ്ടാകുമെന്ന്. ആ അടക്കി വെച്ച വികാരങ്ങളുടെ കുതിക്കൽ എങ്ങനെയായിരുന്നുവെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൃഷ്ണപിള്ള സാർ എങ്ങനെ ആ കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ലക്ഷ്യമിട്ടോ, 81 വർഷം മുമ്പ് ലക്ഷ്യമിട്ടോ, അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ സ്നേഹലതയ്ക്ക് പറയാൻ സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്ത്രീ പ്രകൃതിയാണ്. പ്രകൃതിയോട് നാം ചെയ്യുന്ന ക്രൂരത തിരിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രതീകമാണ് കന്യക, സ്നേഹലത. ആ സ്നേഹരാഹിത്യത്തിൻ്റെ കഥ വളരെ ഭംഗിയായി ഇവിടെ പറഞ്ഞു. സ്നേഹലതയ്ക്ക് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ നന്ദി. സ്നേഹലതയോടൊപ്പം ഈ വേദിയെ അവർക്ക് കൂട്ടായി നിന്ന എല്ലാ കലാകാരന്മാർക്കും പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ സ്നേഹാദരം, നന്ദി.